അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വിയിങ് അഥവാ തുന്നൽ ടീച്ചറുടെ പരീക്ഷ ഓഗസ്റ്റിൽ നടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഓരോ ജില്ലകളിലും എത്ര അപേക്ഷകരാണുള്ളത്, എത്ര പേരാണ് പരീക്ഷ എഴുതുന്നതെന്ന് കുറച്ച് കുട്ടികൾ ചോദിക്കേണ്ടായിരുന്നു. അപ്പോ നല്ലതാണത്. കാരണം നമ്മളോടൊപ്പം എത്ര പേര് പരീക്ഷ എഴുതുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ പഠനം ഇത്ര മതിയോ, ഇനിയും പഠനം കൂട്ടണോ എന്നൊക്കെയുള്ള ഒരു കുറച്ചും കൂടി നമുക്ക് മൈൻഡിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. ഓരോ ജില്ലകളിലും എത്ര പേരാണ് പരീക്ഷ എഴുതുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് പരീക്ഷ, എപ്പോഴാണ് ടൈമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് കുട്ടികൾ ചോദിക്കേണ്ടായിരുന്നു, സർ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഓഗസ്റ്റ് പരീക്ഷ, ഓഗസ്റ്റ് 19-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. അപ്പോ ഇനി പഠിച്ചാൽ കിട്ടുമോ? ഞാൻ പറയുന്നു ഇനി പഠിച്ചാലും കിട്ടും, പക്ഷേ കൃത്യമായിട്ട് സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ഒരു ബോധം ഉണ്ടാകണം, ഈ പരീക്ഷ കഴിയുന്നവരെ ഇത്ര സമയമുള്ളൂ, അതുകൊണ്ട് മാക്സിമം സമയം ഞാൻ ഉപയോഗപ്പെടുത്തണം, റിവിഷൻ ചെയ്യണം, പഠിക്കണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും, ആ ബോധം മാത്രമല്ല കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഉയർന്ന റാങ്കിൽ തന്നെ വരാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമ്മൾ അപേക്ഷകരുടെ എണ്ണമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, നിങ്ങൾ ഏത് ജില്ലയിലാണ് അപേക്ഷിച്ചിട്ടുള്ളത്, അപ്പൊ ഞാൻ കുറച്ചും കൂടി ശ്രമിച്ചാൽ മതി എന്നൊക്കെ വരും. ഓക്കെ, അപ്പൊ പറയാണ് അക്ലോറയിൽ നമ്മുടെ സ്വിയിങ്ങിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രാഷ് ബാച്ച് നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ആണ്, എന്താണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ കൊടുത്ത് അതിന്റെ എക്സാം, സെക്കൻഡ് റിവിഷൻ അതിന്റെ ലൈവ്, മോഡൽ OMR എക്സാംസ് ഇങ്ങനെ എന്താണ് കണ്ടക്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള ദിവസങ്ങൾ HSCക്ക് വേണ്ടി പ്രിപ്പറേഷൻ നേടാം. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. എത്ര അപേക്ഷകരാണ് ഉള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ കാറ്റഗറി നമ്പർ, ഡിസ്ട്രിക്ട് വൈസ്, അതുപോലെ എത്ര നമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് അറിയാം. നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് 561/2025 ആണ്. തിരുവനന്തപുരം ജില്ല അല്ലെ, ട്രിവാൻഡ്രത്ത് 123 പേരാണ് പരീക്ഷ എഴുതുന്നത്. 123 ആണ് ഇപ്പോൾ നിലവിലുള്ള അപേക്ഷകർ എന്ന് പറയുന്നത് കേട്ടോ. 123 ആളുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് ജില്ലയാണ് നിങ്ങൾ ഓരോരുത്തരും കൊടുത്തിട്ടുള്ളത്, എത്ര പേരുണ്ടെന്ന് നിങ്ങൾ നോക്കാം കേട്ടോ. അതിനകത്ത് ഒരാൾ നിങ്ങളാണ്. ഇപ്പൊ 123 പേരെന്ന് പറയുമ്പോ 122 ആളുകളെ അവരുടെ മേലിലേക്ക് നിങ്ങൾ വരണം. എന്താണ് ജോലി, എത്രത്തോളം ഉയർന്ന റാങ്കിലേക്ക് വരുന്നു അത്രത്തോളം ജോലി സാധ്യത കൂടും. നിങ്ങൾക്കറിയാലോ. അടുത്ത പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ 34 പേരാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷ എഴുതുന്നത്. 34 ആളുകളാണ് പത്തനംതിട്ട ജില്ലയില് പരീക്ഷ എഴുതാൻ പോകുന്നത്. അതേപോലെ സെയിം കാറ്റഗറി തന്നെയാണ് 561/2025 എറണാകുളം ജില്ലയില് 101 ആളുകളാണ്. അപ്പൊ ഇതിനകത്ത് 100 പേര് അല്ലെ, നിങ്ങൾ ചിന്തിക്കണേ, 100 പേരേക്കാൾ മേളിലേക്ക് വരണം. ഇവിടെയോ 33 പേരേക്കാൾ മേളിൽ വരണം. ഇവിടെയോ 122 ആളുകളേക്കാൾ മേളിലേക്ക് വരണം എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ, ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്താലും റിവിഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതാണ് പറഞ്ഞത്, ഫസ്റ്റ് റിവിഷനിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും, സെക്കൻഡ് റിവിഷനിൽ ലൈവ് ഉണ്ടാകും, ലൈവിന്റെ എക്സാം ഉണ്ടാകും, പിന്നെ മോഡൽ OMR എക്സാംസ് ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസും റിവിഷൻസും നടത്തുക എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ സിലബസ് കവർ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, സിലബസും അവർക്ക് ഒരുമിച്ച് കവർ ചെയ്ത് പോകാം. കാരണം അത്രയും ഡേയ്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി മലപ്പുറം ജില്ലയിൽ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിൽ ഒരുപാട് വേക്കൻസി ഉള്ള മലപ്പുറം ജില്ലയിൽ അപേക്ഷകരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 315 ആണ് അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിട്ടുള്ളതും ഇവിടെ തന്നെയാണ് കേട്ടോ. 315 ആളുകളാണ് മലപ്പുറം ജില്ലയിൽ തുന്നൽ ടീച്ചർ പരീക്ഷ എഴുതുവാൻ പോകുന്നത്. അതേപോലെ അടുത്തൊരു ഡിസ്ട്രിക്ട് നോക്കിയാൽ കോഴിക്കോടാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കണ്ടേ കോഴിക്കോട് വെക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ആപ്ലിക്കേഷന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ചോദിക്കേണ്ടായിരുന്നു. 199 ആളുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പരീക്ഷ എഴുതുന്നത്. 199 ആളുകൾ. അതുപോലെ അടുത്തൊരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിൽ 66 ആളുകളാണ് പരീക്ഷ എഴുതുന്നത്. 66 ആളുകളാണ് പരീക്ഷ എഴുതുന്നത്. then അടുത്തത് NCA നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു 595/2025. അത് NCA നോട്ടിഫിക്കേഷൻ ആയിരുന്നു, SC യുടെ ആയിരുന്നു. പാലക്കാട് 6 ആളുകളാണ് ഇതിൽ എഴുതുന്നത്. SC കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് വേണ്ടി വന്ന സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതേപോലെ തന്നെ 596/2025 SUC നടാറിന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ 17 ആളുകളാണ്. അത് രണ്ടും NCA നോട്ടിഫിക്കേഷൻ. ലാസ്റ്റ് രണ്ടും പറഞ്ഞത് NCA നോട്ടിഫിക്കേഷൻ ആണ്. ഇങ്ങനത്തൊക്കെ ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ജനറൽ റിക്രൂട്ട്മെന്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്കറിയാം മലപ്പുറം ജില്ലയിലും, ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഉള്ളത് പത്തനംതിട്ട ജില്ലയിലുമാണ് ഉള്ളത്.
അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ എത്ര പേര് ഞങ്ങൾക്കൊപ്പം മത്സര പരീക്ഷയിലുണ്ട്, എത്ര പേര് കവച്ചു വെച്ചാലാണ് അല്ലെങ്കിൽ എത്ര പേരെ നമ്മൾ പിന്നിലേക്ക് ആക്കിയാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉയർന്ന റാങ്കിലേക്ക് വരുന്നതെന്ന്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പേർക്ക് മുമ്പിൽ എത്തണം അല്ലെ, ശരി ഇനി ഞാൻ എന്ത് ചെയ്യണം, നല്ല ഉഷാറായിട്ട് പിടിക്കണം, ഉഷാറായിട്ട് റിവിഷൻ ചെയ്യണം, അതേപോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പൊ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. പിന്നെ നമ്മുടെ പരീക്ഷ വരുന്നത് ഓൺലൈൻ എക്സാം ആണ് കേട്ടോ. ഓൺലൈൻ എക്സാം ആണ്. അപ്പൊ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അയ്യോ ഇതെങ്ങനെയാണ് എഴുതേണ്ടത്, എനിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു പേടിയും പേടിക്കണ്ട. ഓൺലൈൻ എക്സാമിന്റെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഡെമോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, PSC യുടെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, ട്രയൽ എടുത്ത് നോക്കാവുന്നതാണ്. അതൊന്നും ഒരു പ്രശ്നമില്ല, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഓൺലൈൻ എക്സാം ആണ്. 19-ാം തീയതിയാണ് എക്സാം വരുന്നത് അല്ലെ, ഓഗസ്റ്റ് 19-നാണ് ഓൺലൈൻ എക്സാം ആണ്. രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും, 2 ബാച്ച് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൃത്യമായിട്ടുള്ള റിമൈൻഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊഫൈലിൽ വരും, ഏത് ടൈമിലാണ് നിങ്ങൾ ഏത് ബാച്ചിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് 5-ാം തീയതി ഓഗസ്റ്റ് 5-ന് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് വരും കേട്ടോ. നമ്മുടെ PSC പ്രൊഫൈലില് 5-ാം തീയതി അഡ്മിഷൻ ടിക്കറ്റ് വരും. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് HSC സീയിങ് ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഒരു പേടിയും പേടിക്കാതെ ആത്മവിശ്വാസത്തോടെ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റും മക്കളെ, നിങ്ങൾക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, മുമ്പിലുള്ള പ്രതിസന്ധികളും സ്ട്രഗിൾസും ഒന്നും ഒരു പ്രശ്നമല്ല. അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു, അതിനൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ എന്ത് ചെയ്യും, വിജയത്തിലേക്ക് എത്തും. ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ക്രാഷ് ബാച്ചിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.